ഇവരെന്തുകൊണ്ട് ഭരണാധികാരികൾ ഞങ്ങളെ മറന്നുപോയി? ഈ മത്സ്യത്തൊഴിലാളികളായ ഈ പാവപ്പെട്ട ഞങ്ങളെ എന്തുകൊണ്ട് മറന്നു? ഞങ്ങൾ എന്ത് ചെയ്തു ഇവരോട്? ഞങ്ങൾ ഇവരെ ജയിപ്പിച്ചതാ ഞങ്ങൾ ചെയ്ത കുറ്റം. ഇവിടെ വന്നുകൊണ്ട് ഒരു വാക്ക് അവർ പറയും, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സോഡിയം കുറഞ്ഞു പോണവരാണ്. ഞങ്ങളുടെ കാര്യം തന്നെ അവർക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾക്ക് സോഡിയം കുറയില്ല, ഞങ്ങളുടെ തലച്ചോറിൽ ഉപ്പ് വെള്ളം ഇപ്പോഴും നിൽക്കുകയാണ്. ഞങ്ങൾ ആരെ ജയിപ്പിച്ച് വിട്ട് ആർക്ക് സ്ഥാനം കൊടുത്ത് എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ അന്ന് അങ്ങനെ 500 രൂപ വിലപ്രകാരം ഞങ്ങൾ മേടിച്ച ഭൂമിയാണ്. എനിക്ക് 40 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആ ഭൂമി മേടിക്കുന്നത്. ഇപ്പം എനിക്ക് 76 വയസ്സായി. അപ്പോൾ 36 വർഷങ്ങളായി ഞങ്ങൾ കൈവശം വെച്ച് എല്ലാ രേഖകളോടും കൂടി പോക്കുവരപ്പുണ്ട്, എല്ലാ രേഖകളും കൂടി റവന്യൂ അവകാശത്തോടു കൂടി ഞങ്ങൾ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കണം ഭൂമിയിൽ. ഈ 2 കൊല്ലവും 7 മാസവും കഴിഞ്ഞ് ഇപ്പം ഞങ്ങളുടെ നേരെ വക്കപ്പാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഈ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ ഈ വക്കപ്പെന്നുള്ള പേര് തന്നെ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർ സിദ്ധിക്കാസായിട്ട് ഇഷ്ടദാനം കോളേജിന് കൊടുത്താണെന്ന് പറഞ്ഞാൽ കോളേജ് ഞങ്ങൾക്ക് വിറ്റ് കാശ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കോളേജ് എന്ത് ചെയ്തെന്നുള്ളത് കോളേജിനോട് ചോദിച്ച് തെളിയിക്കേണ്ട കാര്യമാണ്. ഈ പാവപ്പെട്ടവരുടെ നേരെ, മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളുടെ നേരെ ഇന്നും ഞങ്ങൾ ദാരിദ്ര്യം വിട്ടുമാറാത്തവരാണ്. ഞങ്ങൾ ഇന്നും കടലിൽ പോയിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പം ഈ മാസങ്ങളിൽ ഞങ്ങൾക്ക് ജീവിതം വഴിമുട്ടിയമാരാണ് ഇരിക്കണം. കടലിലൊന്നുമില്ല, പട്ടിണി, പകുതി പട്ടിണി ആയിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കണം. ആ ഞങ്ങളോടാണ് ഇപ്പം ഈ അതിക്രമം, പിടിച്ചുപറി. ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു പിടിച്ചുപറിയും ഒരു കടന്നുകയറ്റം ഞങ്ങളുടെ നേരെയുള്ള അതിക്രമം ആണെന്നുള്ളതാണ്. ഈ അതിക്രമം ഇന്ന് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാട്ടിൽ തന്നെയാണ് ഞങ്ങളും ഉള്ളത്. ഈ ഗവൺമെൻറ്റുകൾക്ക് എന്താണ് ഞങ്ങളുടെ നേരെ ഇത്ര മന്ദബുദ്ധികളായിപ്പോണവർ? ഇവിടെ വന്നുകൊണ്ട് ഒരു വാക്ക് അവർ പറയും, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സോഡിയം കുറഞ്ഞു പോണവരാണ്. ഞങ്ങളുടെ കാര്യം തന്നെ അവർക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾക്ക് സോഡിയം കുറയില്ല, ഞങ്ങളുടെ തലച്ചോറിൽ ഉപ്പ് വെള്ളം ഇപ്പോഴും നിൽക്കുകയാണ്. ഞങ്ങൾ ആരെ ജയിപ്പിച്ച് വിട്ട് ആർക്ക് സ്ഥാനം കൊടുത്ത് എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ജനമാണ് ഗവൺമെൻറ്. ജനമില്ലെങ്കിൽ ഗവൺമെൻറ് ഇല്ല എന്നുള്ളത് അവർ ഓർക്കേണ്ടതാണ്. ന്യായമായ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഈ 2 ഗവൺമെൻറ്റുകളും, പാർലമെൻറ്റിൽ നിന്നായാലും ഈ സംസ്ഥാനത്തു നിന്നായാലും ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഇവർ പരിഹരിച്ച് തരണം. തന്നില്ലെങ്കിൽ അതിനുള്ള തിരിച്ചടികൾ ഇവരുടെ നേരെ ഉണ്ടാവും. ഞങ്ങൾ ഒറ്റക്കല്ല. പണ്ട് ഞങ്ങൾ കേസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒറ്റക്കായിരുന്നു. ഇന്നങ്ങനെയല്ല, കേരളം മുഴുവനുമുള്ള ജനത ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ള തെളിവാണ് ഈ കാണുന്ന പ്ലസ്സുകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എത്ര നീണ്ടുപോയാലും എന്ത് തന്നെ ആയാലും ഈ സമരം ഞങ്ങൾ നിർത്തില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണവരെ ഞങ്ങൾ ഈ സമരം ചെയ്യും. ഞങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണില്ല, ഞങ്ങൾക്കാ പഠിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ സ്ഥിതി അതായിരുന്നു. ഞങ്ങളുടെ കാരണന്മാർക്ക് ഞങ്ങളെ പഠിപ്പിക്കാനുള്ള കഴിവൊന്നുണ്ടായില്ല. ഇന്ന് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണ്ടേ? ഞങ്ങളുടെ ഈ പ്രദേശത്തും വരണ്ടേ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ? ഞങ്ങളിൽ നിന്നൊരു കുഞ്ഞ് ഇതേപോലെ സ്ഥാനങ്ങളിലുണ്ടെങ്കിൽ ഈ ദുഃഖം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി പോരാടിയവര് ഇതിപ്പോൾ ഞങ്ങളെ മറന്നു പോണ ഗതികേടാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ മറക്കില്ല. ഞങ്ങൾ ഈ ഗവൺമെൻറ് എന്ത് ചെയ്താലും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണം വരെയും ഞങ്ങൾ ഈ സമരം തുടങ്ങും. ഞങ്ങൾക്കിവിടെ ഒരു കുഞ്ഞ് മരിച്ചു വീഴേണ്ട വന്നാലും ഈ പോരാട്ടം ഞങ്ങൾ പോരാടും. ഈ പരിശുദ്ധമായ മണ്ണിൽ രക്തച്ചൊരിച്ചിട്ട് കാണാനാണ് അവർ ആഗ്രഹിക്കണമെങ്കിൽ അതിനെയും ഞങ്ങൾ പിന്മാറിപ്പോണില്ല. ഞങ്ങളുടെ നേരെ ഏത് പ്രയാസങ്ങളുണ്ടായാലും, ഏത് വെടിയുണ്ട ഞങ്ങളുടെ നേരെ വന്നാലും ഞങ്ങൾ നെഞ്ചി കാണിച്ച് കൊടുത്തു നിന്ന് ഞങ്ങളിവിടെ മരിച്ചു വീഴും. എന്നാലും ശരി, ഞങ്ങളിത് അവസാനിപ്പിക്കില്ല. ഞങ്ങൾ ഈ സമരം കൂടുതൽ ഊർജമായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പോരാട്ടങ്ങൾ തുടരുകയുള്ളൂ. ഈ സമരം തീരൂല. ഞങ്ങളുടെ പൂർണ്ണ അവകാശം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. സമരത്തിൽ നിന്ന്
പിന്മാറാൻ സമരം എന്തിനാണെന്നാണ് മന്ത്രിമാർ ചോദിക്കുന്നത്. സമരം ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരാൻ ഇവർ സന്നദ്ധരായിരുന്നെങ്കിൽ ഇന്ന് ഈ സമരം ഉണ്ടാകില്ല. ഇവരെന്തുകൊണ്ട് ഭരണാധികാരികൾ ഞങ്ങളെ മറന്നുപോയി? ഈ മത്സ്യത്തൊഴിലാളികളായ ഈ പാവപ്പെട്ട ഞങ്ങളെ എന്തുകൊണ്ട് മറന്നു? ഞങ്ങൾ എന്ത് ചെയ്തു ഇവരോട്? ഞങ്ങൾ ഇവരെ ജയിപ്പിച്ചതാണ് ഞങ്ങൾ ചെയ്ത കുറ്റം. അപ്പം അതുകൊണ്ട് ഇവർ ഇടപെട്ടിട്ട്, ഈ രണ്ട് ഗവൺമെൻറ്റുകൾ ഇടപെട്ടിട്ട് ശാശ്വതമായ ഒരു പരിഹാരം, നിസ്സാര പരിഹാരമല്ല, ഒരു കരടച്ച് കിട്ടുന്ന ആ പരിഹാരമൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളുടെ നേരെ ഈ വന്നിരിക്കുന്ന വഖഫ് അവരുടെ ഭൂമി അല്ല എന്ന് കോടതിയിൽ അവർ രേഖാമൂലം എഴുതി കൊടുക്കണവരെ, ഞങ്ങളിൽ നിന്ന് ഈ ദുർഗതി നീങ്ങിപ്പോകുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങളുടെ അവകാശം പൂർണ്ണമായിട്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അതുവരെ ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും.